നമസ്കാരം മാഷെ. നമസ്കാരം. ശബരിമലയിലെ അയ്യപ്പൻ ഇപ്പോൾ അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം സൗത്ത് ബേയുടെ ലേല മാർക്കറ്റിലൂടെ ഏതോ ശതകോടീശ്വരനായ വ്യക്തിയുടെ സ്വകാര്യ സമ്മാനമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിലിരിക്കുകയാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. സ്വാമി ശരണം, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സ്വാമിയെ അയ്യപ്പ, സ്വാമിയുടെ ശക്തി എനിക്കറിയാം, കോപതാപങ്ങളും എനിക്കറിയാം. ഞാൻ പരിഹസിച്ച് പറയുന്നതല്ല, വേദന കൊണ്ട് ഒരു ഭക്തൻ എന്നുള്ളതല്ലേ പറയുന്ന. ഈ കാര്യങ്ങൾ ഇത്രയും നാൾ കൊടികെട്ടിയ പത്രപ്രവർത്തകരെല്ലാം ചർച്ചയെടുത്തു. അന്തിച്ചർച്ചയിൽ പറയാത്തതൊന്നുമില്ലാത്ത പോലെ പറഞ്ഞു. പത്രക്കാരെല്ലാം എഴുതി പിടിപ്പിച്ച എത്ര കോളം മീറ്ററാണെന്നറിയോ? അതെല്ലാം കൂടെ എഴുതി വെച്ച രാഹുൽ ഗാന്ധി അന്ന് പിന്നെ പ്രൊജക്ഷനായിട്ട് കൊണ്ടുവന്ന പ്രസന്റേഷനായിട്ട് ചെയ്തപ്പോൾ കാണിച്ച പേപ്പർ കൂട്ടമുണ്ട്, അതിനേക്കാൾ കൂടുതൽ വരും. പക്ഷേ ഇതിൻ്റെ സത്യം പറയാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ശബരിമല ഭക്തനായിട്ടാൽ ഇരുമുടി കെട്ടും മുറുക്കി ശബരിമലയ്ക്ക് പോകുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല. അദ്ദേഹം പറയുന്നത് മണി എന്നൊരാൾ വഴി ഇത് ദുബൈയിലെത്തിയിട്ടുണ്ട്. ദുബൈയിൽ നിന്ന് ഇത് വിദേശ മാർക്കറ്റുകളിൽ ഒക്കെ കറങ്ങിക്കളിക്കുക. എനിക്കിപ്പോൾ ഒരു സംശയമേ ഉള്ളൂ, ഇറ്റലിയിലാണോ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാമ്മയോടൊപ്പം നിന്ന് സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ലത്. കോൺഗ്രസ്സുകാർ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അപൂർവമാണത്. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടി. കാരണം സോണിയാമ്മയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അദ്ദേഹം ദുബായി പോയിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്, അത് കണ്ടിരുന്നു. അപ്പോൾ ദുബായ് വഴി ഇത് ഇറ്റലിയിലേക്കാണോ കടത്തി വിട്ടത്? ഒരു പക്ഷേ സോണിയാമ്മ അതെ പുരാവസ്തുവാണെന്ന് മാത്രം വിചാരിച്ചു. ഇതിന്റെ ഭക്തിവിലാസമൊന്നും അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധമാണോ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതോ സുബദ്ധമാണോ? എന്താണോ? മാഷിൻ്റെ ഒരു അഭിപ്രായം എന്താ? രമേശ് ചെന്നിത്തലയുടെ വെളിപാട് ഇത് മാത്രമല്ല, ഒരുപാട് കേസുകളിൽ അദ്ദേഹം ഇങ്ങനെ സ്പ്രിംഗ്ലറിൻ്റെ തട്ടിപ്പ്, ആഴക്കടൽ മീൻപിടുത്ത കരാർ തുടങ്ങിയതിൻ്റെയൊക്കെ പൊളിച്ചടുക്കി മേഴ്സിക്കുട്ടിയമ്മയെ കുണ്ടറയിലിട്ട് തോപ്പിച്ച ആളാണ് അദ്ദേഹത്തെ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയ താല്പര്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി പറയുന്ന ഒരാളായിരിക്കാം. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം ദീർഘകാലം കേരള ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വളരെ ഏറെ സോഴ്സുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും അറിയാനുള്ള സോഴ്സുണ്ട്. അടുത്ത മിനിസ്ട്രി കോൺഗ്രസിൽ വരും എന്ന് വിശ്വസിക്കുന്ന പോലീസ് സേനയിൽ വളരെയധികം ആൾക്കാരുണ്ട്. അതിൽ നിർണായകമായ പത്രക്കാരെക്കാളും നല്ല സോഴ്സുകളുണ്ട്. ഒരു ഷെർലോക്ക് ഹോംസ് ആവാൻ പറ്റിയ ആളാണ്. അത് സത്യമാണ് അദ്ദേഹത്തിന്. കാരണം ഈ എല്ലാ ഭാഗത്തു നിന്നും കളക്റ്റീവായ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം സംസാരിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം. കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ. കോൺഗ്രസിൽ എല്ലാവരും അധികാര കേന്ദ്രങ്ങളാണ്, ഓരോരോ അധികാര കേന്ദ്രങ്ങളാണ്. CPM പോലെ പിരമിഡ് ആകൃതി അല്ല അതിന്. അത് പ്രത്യേക ബബിൾസ് ആണ്. അപ്പൊ ഇദ്ദേഹം ഒരു വലിയ ബബിളാണ് ഇക്കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന നിരവധിയായ ഓഫീസർമാരെ പലരെ അദ്ദേഹം വഴിവിട്ട് പോലും എന്ന് പറയാവുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദിവാസികളുടെ ഒപ്പം ഒക്കെ താമസിക്കുകയും അവരോടൊപ്പം ആഹാരം കഴിക്കുകയൊക്കെ ചെയ്ത് ഒരു ഗാന്ധിയനായിട്ടൊക്കെ ഒരു മാതൃക കാണിച്ചിരുന്നു പുള്ളി. ഗാന്ധിയനാകണമെങ്കിൽ ആദിവാസിയുടെ ഒപ്പം താമസിക്കുകയാണോ വേണ്ടത്? അതോ ഇപ്പോഴുള്ള സൗഭാഗ്യം? രാഹുൽ ഗാന്ധിയും കാണിച്ചു. എന്നിട്ട് അടുത്ത നിമിഷം ഇറ്റലിയിലേക്ക് അദ്ദേഹം കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും. ഇറ്റലിയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം കൊളംബിയയിലേക്ക് പോകും. നമുക്കറിയാമല്ലോ, വെറോണിക്കയുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഗാന്ധി ഭക്തിയൊക്കെ എത്രയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഈ കാര്യത്തിൽ പറയാം ഒരു ഭക്തനാണെന്നുള്ള കാര്യം സത്യമാണ്. ശബരിമലയിൽ അദ്ദേഹം പലരും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ക്ലീൻ ഷേവ്, അതായത് താടിയൊന്നും വളർത്താതെയാണ് വരുന്നത്. കാരണം അദ്ദേഹം ഡൈ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നരച്ച താടി ഇപ്പോഴും കുട്ടപ്പനായിരിക്കുന്ന ഒരു മനുഷ്യനെ വെളിയിൽ കാണിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടായിരിക്കും, എപ്പോഴും ക്ഷമിക്കട്ടെ. പക്ഷേ അദ്ദേഹം പോലീസ് സേനയില് കയറ്റിയ അല്ലെങ്കിൽ സർവീസിൽ സഹായിച്ച ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത പലർക്കു വേണ്ടിയും കണ്ണടച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അത് എല്ലാ വിജിലൻസ് ആകട്ടെ, സ്പെഷ്യൽ ബ്രാഞ്ച് ആകട്ടെ, അതല്ല എങ്കിൽ പോലീസിന്റെ ലോക്കൽ ലെവലിലോ അതിന്റെ മറ്റേത് ലെവലിലും പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. മകൻ IAS കാരനാണ്, ഏത് ഫയലിലും ആക്സസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ ആ ഒരു കാര്യം മാത്രമല്ല, രമേശ് ചെന്നിത്തല എന്ന വ്യക്തിക്ക് ഇത്തരം ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം ഇന്ന് നിന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ലൈം ലൈറ്റിൽ വരാൻ എന്തെങ്കിലും സാധ്യത കേരള രാഷ്ട്രീയം അനുവദിക്കുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം സോണിയയുടെ വിശ്വസ്തനായി
നിന്നിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് KC വേണുഗോപാലിന് ആക്സസ് വന്നപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരിൽ ആ കുടുംബവുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഇദ്ദേഹത്തെയാണ് തഴഞ്ഞു. ഇപ്പൊ അവിടെ ആ ഒരു സ്വാധീനം ഇല്ല. അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിശബ്ദതയിലേക്ക്, ഒരു സന്യാസത്തിലേക്ക് പോകുന്ന പോലെ ഒരു അവസ്ഥയിലാണ് പുതിയ നേതാക്കന്മാരായ VD സതീശനാകട്ടെ, ഇപ്പോ സണ്ണി ജോസഫ് വന്നിരിക്കുമ്പോഴൊക്കെ ഇദ്ദേഹമൊക്കെ അപ്രസക്തനായിട്ട് നിൽക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടേ, ജീവിച്ചിരിപ്പുണ്ടേ, എന്റെ ശബ്ദം കേൾക്കൂ എന്ന രീതിയിൽ അത്യാവശ്യം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ ജനം ശ്രദ്ധിക്കും, അങ്ങനെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുമെന്നുകൊണ്ടാണ്. പക്ഷെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ പോലും അതിൽ വാസ്തവമുണ്ട് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല സർ. അതെ, തീർച്ചയായിട്ടും 500 കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് തനിക്ക് വിവരം ലഭിച്ചു. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി. തമിഴ്നാട്ടുകാരൻ, അവരാണല്ലോ മോഷണത്തിന് കുപ്രസിദ്ധരായിട്ടുള്ളത്, മന്ത്രിമാരാകുമ്പോഴും ആ മോഷണത്തിന് കുറവൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാള്, അതായത് മണി എന്നാ പേര്, പറ്റേ ഇങ്ങനെ ഈ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹത്തിന്റെ ഈ പ്രാമാണ്യം കാരണം ദാവീദ് മണി എന്ന് അദ്ദേഹത്തിന് പേരിട്ടു. ദാവീദ് മണി എന്ന് പേരിട്ടു. അദ്ദേഹമാണ് ഈ പാളികളും കൊണ്ട് ശബരിമലയിൽ നിന്ന് ഇത് വിദേശത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് സഹായിച്ചതെന്ന്. അതിൽ സുഭാഷ് കപൂറിന്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് അറിയാം. സുഭാഷ് കപൂർ എന്ന് പറയുന്ന ആള് ഈ വിഗ്രഹങ്ങൾ കണ്ടെത്തും. വിഗ്രഹങ്ങൾ കണ്ടെത്തി വൻ തുക ഇത് തരാൻ പറയും. അവിടുത്തെ ആൾക്കാരെയൊക്കെ പറയും. ഉണ്ടകൃഷ്ണൻ പോറ്റിയപ്പോഴുള്ള ആൾക്കാരുണ്ടല്ലോ, അവന്മാർ ഇത് കൊടുക്കും, കോടിക്കണക്കിന് കൊടുക്കും. ഇതല്ല തരാൻ പറ്റില്ല, അയ്യോ ഇത് ദൈവത്തിന്റെ ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇദ്ദേഹം അത് കണ്ടിട്ട് അതിന്റെ ഫോട്ടോ ഡിജിറ്റൽ പ്രിന്റും ഒക്കെ എടുത്തിട്ട് അതേ മോഡൽ തന്നെ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഇത് കാണിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. ഇത് ഒറിജിനൽ പ്രതിമ അല്ല എന്നും പറഞ്ഞൊരെണ്ണം വാങ്ങിക്കും. എന്ത് ചെയ്യും? ഒറിജിനൽ പ്രതിമ അവിടുന്ന് ഇളക്കും, ആളെ കൊണ്ട് ഇളക്കിപ്പിക്കും. പൈസ കൊടുത്താൽ മതിയല്ലോ. ഇളക്കിപ്പിച്ചെടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെക്കും. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് കടത്താൻ പറ്റില്ല. ഒറിജിനൽ പ്രതിമയാണെങ്കിൽ അതിന്റെ നിയമമുണ്ട്. കാരണം വിഗ്രഹങ്ങൾ ഒരുപാട് ഇയാൾ തന്നെ അടിച്ചു മാറ്റി അത് വലിയ വിഷയമാക്കിക്കൊണ്ട് അത് കടത്തുന്നതിന് തടസ്സം കസ്റ്റംസ് പിടിക്കും. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഈസി ആയിട്ട് പോകാം. അത് മോഡലാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എടുത്തങ്ങ് മാറ്റും. അവരെ പരിശോധിക്കുമല്ലോ, കാർബൺ ഡേറ്റിംഗ് വെച്ച് പരിശോധിക്കും. റേഡിയോ ഐസോട്ടോപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കാലയളവ് അറിയാം. അത് വെച്ചിട്ട് ഇതിന്റെ ആന്റിക്വിറ്റി ബോധ്യമാവും. ശബരിമല പോലെ ക്ഷേത്രത്തിലാണെന്നൊരു ഒരു കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് വിൽക്കും. അങ്ങനെ വിറ്റു പോയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ പിന്നെ കണ്ടത് ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. ദ്വാരപാലിക, അതുപോലെ തന്നെ കഥകുപാളികളിൽ ഒക്കെ നടന്ന മോഷണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ട് ഒരു സുഭാഷ് മണി എന്നൊരു കണക്ഷൻ കണ്ടുപിടിക്കും അദ്ദേഹത്തിന്. SIT ഇതുവരെ കഴിഞ്ഞിട്ടില്ല. SIT പിന്നെ അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. SIT സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി വിമർശിച്ചല്ലോ. നിങ്ങൾ എന്ത് വേറെ ഇതിൽ ഒറിജിനൽ കക്ഷികൾ പലരെയും പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു. SIT ഹൈക്കോടതി നിയമിച്ചതാണെങ്കിലും ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയാം. അതാണ് DIGയുടെ അപ്പനായതുകൊണ്ടാണോ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ചോദിച്ചു. ഇപ്പൊ ഈ സാറ് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് മനസ്സിലാകുമ്പോൾ. അതായത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ആ സാധനം കൊണ്ടുവന്ന് ശബരിമല ശാസ്താവിന്റെ വിഗ്രഹത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് ആ മൂലവിഗ്രഹം ഇളക്കിയെടുത്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് മൂലവിഗ്രഹത്തോടൊപ്പം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ചെയ്യുന്നതിന് എന്താ തടസ്സമെന്നേ? ഇവിടെ ഈ ഇത്രയും കൊള്ള നടത്തുവാനായിട്ട് കൂടുന്ന ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ അതിന് നിൽക്കുകയില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസനീയമായ രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞിരിക്കും. കോടതി ഇത് വിവരമുള്ളതാണല്ലോ. കോടതി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇത് ശബരിമല നടന്നത് സുഭാഷ് കപൂർ മോഡൽ മോഷണമാണോ? രമേശ് ജി ഇത് പറയുമ്പോൾ അത് സത്യമായിട്ട് തീരുകയാണെന്നാണ് ഒരു തെളിവും കൂടെ ഒരു കണക്ഷൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചോള ചേര പാണ്ഡ്യ കാലങ്ങളിലുള്ള ഇന്ത്യയിലെ വിഗ്രഹങ്ങളെല്ലാം ഇതേ മെത്തേഡിലാണ് വിദേശങ്ങളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കോടതി ആ ഒരു കാര്യം. അപ്പൊ ഈ മെത്തേഡിൽ കടത്തിയാൽ ലോകത്ത് ഇന്നുള്ള മ്യൂസിയങ്ങളിലെല്ലാം ഏറ്റവും വിലപിടിപ്പുള്ള ശില്പങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ശില്പങ്ങളാണ്. ദാരശില്പങ്ങളാകട്ടെ പലതും ഇപ്പൊ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഗവൺമെന്റ്. നമ്മുടെ ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്നു. ഓസ്ട്രേലിയയിൽ അങ്ങനെ തിരിച്ചു ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നാൽ ഉടനെ തിരിച്ചു വരാനുള്ള കരാർ നമ്മൾ ഒപ്പിട്ടു. ചില രാജ്യങ്ങളായിട്ട് ഒപ്പിട്ടു. പക്ഷെ ഈ മ്യൂസിയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ കാണുവാൻ എവിടെ ആൾക്കാർ ചെല്ലുന്നത് കൊണ്ടാണ്. ലോകത്തെ എവിടെ സഞ്ചാരികളായിട്ട് നമ്മൾ പോയാലും കാണാം, അവിടെയെല്ലാം ഇന്ത്യൻ ശില്പങ്ങളാണ്. ഈ ശില്പങ്ങൾ എന്ന് പറയുന്നത് ദേവീദേവന്മാരാണ്. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ കുറേയേറെ കൊള്ളയടിക്കപ്പെട്ടത്, ഉപേക്ഷിക്കപ്പെട്ടത്. ആ രീതിയിലാണ് ഇത് ആദ്യമേ പോകുന്നത്. പിന്നെ ബ്രിട്ടീഷുകാര് അതിഗംഭീരമായിട്ടതൊരു കച്ചവടം പോലെ തന്നെ
എടുത്തുകൊണ്ടുപോയി. എന്നാൽ യവന ശില്പങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. ഏറ്റവും സുന്ദരമായ ശില്പങ്ങളും ഇന്ത്യയുടേതുമാണ്. ഏറ്റവും സുന്ദരമായ ഓടില്, വെള്ളിയില്, പഞ്ചലോഹത്തിൽ ഒക്കെ ഈ ഉള്ള വിഗ്രഹങ്ങൾ എന്ന് പറയാൻ അതിന്റെ ആ ഒരു എന്താ ലാവണ്യവും അതിന്റെ ആന്റിക്വിറ്റി വാല്യൂ മാത്രമല്ല എസ്തെറ്റിക് വാല്യൂ, അതെ, ഇതൊക്കെ അതുപോലെ തന്നെ ഒരു നിഗൂഢതയുണ്ട് അതിനെയൊക്കെ ചുറ്റി. അതായത് വേറെ ഒരു സ്ഥലത്തും കാണാത്ത ശില്പചാരുതയും ഒരു ദൈവികതയും ആ ശില്പത്തിൽ തന്നെയുണ്ട്. ലാവണ്യം മാത്രമല്ല, അനാട്ടമി, ബോഡി അനാട്ടമി ഏറ്റവും മനോഹരമായിട്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതിന്റെ ഒരു യുണീക്നെസ്, അതാണ് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെയുള്ള ശില്പങ്ങളുണ്ട്. സാറ് ഒരു കാര്യം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാല സ്വിറ്റ്സർലൻഡിലാണ് ഈ ദൈവഗണത്തിന്റെ പരീക്ഷണശാല. ആ പരീക്ഷണശാലയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ നടരാജ വിഗ്രഹമാണ്. ഒരു വളരെ വലിയ നടരാജ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഈ കോസ്മിക് എനർജിയുടെ മൂവ്മെന്റ് നടരാജ വിഗ്രഹമാണ് പ്രതിദാനം ചെയ്യുന്ന ആ ചലനം ഇതിന്റെ എക്സാമ്പിൾ ആണ്, കോസ്മോസിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്. ഈ ശാസ്ത്രജ്ഞന്മാര് ക്രിസ്ത്യാനികളും ജൂതന്മാരും അവര് ഈ വിശ്വസിക്കുന്ന മതം വേറെയാണെന്ന് അറിയാലോ, എന്നിട്ട് പോലും ഇത് പറയുന്നു. അപ്പോൾ ലോകത്തെമ്പാടും ഈ വിഗ്രഹങ്ങൾക്ക് പല രീതിയിൽ വാല്യൂ ഉണ്ട്. അതിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിഗൂഢമായ ഒരു പ്രവൃത്തിയായിട്ട്, ഇപ്പൊ നക്ഷത്രാമകളെ കൊണ്ടുപോകുന്ന പോലെയല്ല, അതൊരു ജീവിയാണ്. ഇത് കൊണ്ടുപോകുമ്പോൾ ഇത്തരം നമ്മുടെ ജോൺസൺ മാവുങ്കിൽ ചെയ്യേണ്ട നേരെ റിവേഴ്സ് സാധനം, അയാള് മോശം സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നെങ്കിൽ ഇവിടെ ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് വിൽക്കുന്ന തന്ത്രം. മലയാളിയുടെ ബുദ്ധി അപാരമാണ് ഇത്തരം കാര്യങ്ങളിൽ. സുഭാഷ് കപൂർ പക്ഷേ മലയാളി അല്ല, മലയാളിയുടെ ഒത്താശയില്ലാതെ അദ്ദേഹത്തിന് എത്തുകയില്ല. മലയാളിയുടെ കള്ളത്തരം ഭയങ്കര, കള്ളന്മാരുടെ രാജാക്കന്മാരായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ഇതുവല്ലോ പ്രതീക്ഷിച്ചു പോയിടാ അമ്പടാ കള്ളാന്ന് ഇപ്പൊ മൂക്കത്ത് വെല്ല വെച്ച് പോകല്ല. അല്ല, അതൊരു കാര്യമുണ്ട്. ഈ അയ്യപ്പനെ കാണുമ്പോൾ മുഖം തിരിഞ്ഞും പിന്നെ പുണ്യാഹം കൊണ്ട് കൈ കഴുകിയും അവിടെയാണോ നിങ്ങളുടെ ദൈവം ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ അഴിഞ്ഞാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഭരണകൂടം, നാസ്തികത ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ദൈവത്തിന് 10 അമ്പലം നശിച്ചാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അമ്പലം പൊളിച്ചിട്ട് അവിടെ കപ്പ നടണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. നിഹിലിസത്തിന്റെ വക്താക്കൾ ഇരിക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും സംഭവിക്കും. അത് ചെയ്യും. പക്ഷേ രമേശ് ചെന്നിത്തലയെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. മറ്റെന്ത് കാര്യത്തിൽ അവിശ്വസിച്ചാലും ഇക്കാര്യത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് ക്രെഡിബിലിറ്റിയുള്ള സോഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. തീർച്ചയായിട്ടും അയ്യപ്പന്റെ ഒരു റസൂലായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രതിനിധിയായിട്ട് അവതാരമായിട്ട് ആയിരിക്കും അദ്ദേഹം. അതൊരു നിയോഗമായിരിക്കാം.